ഷാൻഹായ് ഉച്ചകോടിക്ക് മുൻപ് ചൈനയിലെ ടിയാൻജിനിൽ അസാധാരണ ഹ്രസ്വ ചർച്ച. നരേന്ദ്രമോദി, ഷീ ജിൻപിങ്, വ്ളാഡിമിർ പുടിൻ എന്നിവർ ഹ്രസ്വ ചർച്ച നടത്തി. മോദിയും ഷീ ജിൻപിങ്ങും ഒന്നിച്ചാണ് വേദിയിലെത്തിയത്. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഗുഡ് മോർണിംഗ്. ഒരു പുതിയ ലോകക്രമത്തിലേക്ക് തന്നെ വഴിവെക്കുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത്. റഷ്യ, ഇന്ത്യ, ചൈന ഒരു പുതിയ അച്ചുതണ്ട്, ഒരിക്കലും ചേരില്ല എന്ന് പറയുന്ന ശക്തികൾ ഒന്നിച്ച് നിൽക്കുന്ന ഒരു നിലപാട്. ഇത് അമേരിക്കയ്ക്ക് വ്യക്തമായ ഒരു സന്ദേശം നൽകുന്നതല്ലേ? ഏത് തരത്തിലുള്ള സന്ദേശമാണ് ഇത് ലോകത്തിന് നൽകുന്നത്? ക്രിസ്റ്റീന, യുഎസിന്റെ തീരുവ യുദ്ധം പുതിയ ഒരു ചേരിക്ക് രൂപം നൽകിയിരിക്കുന്നു എന്ന് വിലയിരുത്തേണ്ടി വരും. കാരണം ഇന്ന് രാവിലെ ഈ ചൈനയിലെ ടിയാൻജിനിൽ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പായി പുറത്തു വന്ന ദൃശ്യങ്ങൾ ഏറെ കൗതുകകരമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ഒപ്പം തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നിവർ ഒന്നിച്ച് ഒരു വേദിയിൽ സൗഹൃദം പങ്കിടുന്ന ഹ്രസ്വ ചർച്ച അല്ലെങ്കിൽ സൗഹൃദ സംഭാഷണം നടത്തുന്ന ദൃശ്യങ്ങളാണ് ഈ ഉച്ചകോടി ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പായുള്ള ഫോട്ടോ സെഷൻ സമയത്ത് പുറത്തു വന്നത്. മൂന്ന് നേതാക്കളും അല്പസമയം തമ്മിൽ ചർച്ച നടത്തി. ഒപ്പം തന്നെ ഈ വേദിയിലേക്ക് ഷീ ജിൻപിങ്ങിനൊപ്പമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. ഒട്ടേറെ നിർണായകമായ ഉഭയകക്ഷി ചർച്ചകൾക്കും ഈ ഒരു ഉച്ചകോടിക്കിടെ സാക്ഷ്യം വഹിക്കും. പ്രധാനമായും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. പ്രധാനമായും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതോടൊപ്പം വ്യാപാര ബന്ധങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ചർച്ചയാകും എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പ്രധാനമന്ത്രി ഉന്നയിക്കും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. കഴിഞ്ഞ ദിവസം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിക്കുകയും ലോക നേതാക്കളായ വ്ളാഡിമിർ പുടിനും ഷീ ജിൻപിങ്ങും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരേ വേദിയിൽ തോളോട് തോൾ ചേർന്നെത്തുകയാണ്. ഇത് ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശം കൂടിയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.